ഓക്കെ. മൊഡ്യൂൾ 5-ൻ്റെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ ഗ്രാഫിക്കൽ മെത്തേഡും പറഞ്ഞായിരുന്നു. ഗ്രാഫിക്കൽ മെത്തേഡ് പറഞ്ഞു. പിന്നെ സിംഗ്ലറ്റ്സ് മെത്തേഡ് ഏറ്റവും ലാസ്റ്റ് എടുക്കാവേ. സിംഗ്ലറ്റ്സ് മെത്തേഡ് നെക്സ്റ്റ് ഓപ്റ്റിമൈസേഷൻ ടെക്നിക്സ്. ഓപ്റ്റിമൈസേഷൻ ടെക്നിക്സ് അതിൻ്റെ കുറച്ച് തിയറി ഉണ്ട്. അത് ഞാൻ ഗ്രേഡിയൻ്റ് ഡിസെൻ്റ് ഞാൻ പറഞ്ഞായിരുന്നു. ഓപ്റ്റിമൈസേഷൻ ടെക്നിക്സിൻ്റെ ഒരു ടൈപ്പ് ഈ ഗ്രേഡിയൻ്റ് ഡിസെൻറ്റും എല്ലാം വരുന്നത്. അതിൻ്റെ ഒരു പോർഷനായിട്ടാണ് വരുന്നത്. അത് തിയറി പാർട്ടാണ്. ജസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള പല ടെക്നിക്സ്. സ്റ്റൊക്കാസ്റ്റിക് ഒപ്റ്റിമൈസേഷൻ, കോമ്പിനേഷണൽ ഒപ്റ്റിമൈസേഷൻ, ഇൻഡിജർ ഒപ്റ്റിമൈസേഷൻ, ലീനിയർ, നോൺ ലീനിയർ, ഡൈനാമിക്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അത് പലതരം ഒപ്റ്റിമൈസേഷൻ അതിൻ്റെ എക്സാമ്പിളും ഉണ്ട്. അത് തിയറി ആയതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ആ തിയറിയും കൂടെ ഒന്ന് നോക്കിയേക്കണം. ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്. പിന്നെ ഗ്രേഡ് ഡിസെൻറ്റ് ഇന്നലെ പറഞ്ഞായിരുന്നു. ഗ്രേഡിയൻ്റ് ഡിസെൻറ്റ്. പിന്നെ ഇതിൻ്റെയൊക്കെ തിയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ നോക്കിപ്പോണേ. ഇനി കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ, ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ. The method of Lagrangian multiplier is a technique that can be used to maximize or minimize a function subject to one or more constraints. This method is only applicable where constraints are an equality sign. ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും സെയിം പർപ്പസ് തന്നെ, ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട്. അതായത് ഒന്നുകിൽ മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാൻ. ആ ഒരു മിനിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്താ, ഒന്നോ അതിൽ കൂടുതലോ കൺസ്ട്രെയിൻസ് പറ്റും. പക്ഷേ ഇവിടെ ഉള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻ എന്തായിരിക്കണം, ഈക്വാലിറ്റി സൈൻ ആയിരിക്കണം. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറ്റത്തില്ല. പകരം ഈക്വാലിറ്റി സൈൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ, ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ യൂസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇനി തിയറി എന്ന് പറയുമ്പോൾ ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ബി എ ഫംഗ്ഷൻ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആൻഡ് എ റിലേറ്റീവ് മാക്സിമം ഓർ മിനിമ at ordered pair AB, then there exists lambda that such that the partials of f of xy lambda equal to f of xy plus lambda g of xy, that is dou f by dou x equal to 0, dou f by dou y equal to 0, dou f by dou lambda equal to 0. അതായത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നൊരു കൺസ്ട്രെയിൻറ്റും അതിനുണ്ട്. അപ്പോൾ അതിനൊരു റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ മിനിമം കാണുമല്ലോ. ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കൺസ്ട്രെയിൻറ്റ് ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു മാക്സിമമോ മിനിമമോ കാണും, ഏതെങ്കിലും ഒരു പോയിന്റ്. ആ പോയിന്റ് എ ബി എന്ന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റന്റ് കാണും. ആ കോൺസ്റ്റന്റ് വെച്ചിട്ടാണ് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് വൈ ലാംഡ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ ലാംഡ എന്ന് പറയുമ്പോൾ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ എന്താ, തന്നിരിക്കുന്ന ഫംഗ്ഷൻ പ്ലസ് ലാംഡ എന്ന് പറയുമ്പോൾ അവിടുത്തെ കോൺസ്റ്റന്റ് ഇൻറ്റു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പം അവിടുത്തെ കൺസ്ട്രെയിൻറ്റ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു ഇക്വേഷൻ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അപ്പോൾ എങ്ങനെ എടുക്കുന്നത്, ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 ഉണ്ട്, ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു 0 ഉണ്ട്, ഡോ എഫ് ബൈ ഡോ ലാംഡ ഈക്വൽ ടു 0 ഉണ്ട്. ഇനി അതിൻ്റെ പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമുക്കൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. അതിൻ്റെ കൺസ്ട്രെയിൻസ് P1 H1 പ്ലസ് P2 H2 ഈക്വൽ ടു വൈ എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എൽ ഓഫ് എക്സ് വൈ ലാംഡ ഈക്വൽ ടു ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാ, എഫ് ഓഫ് എക്സ് വൈ അല്ല, അത് എഴുതി. എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഉണ്ട് ലാംഡ ഇൻ്റെ ഇവിടുത്തെ കൺസ്ട്രെയിൻറ്റ് ഏതാ, P1 H1 പ്ലസ് P2 H2 ഈക്വൽ ടു വൈ ആ. അപ്പോൾ നമ്മൾ എന്താ, ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണല്ലോ നമ്മുടെ കൺസ്ട്രെയിൻറ്റ് 4 വരും. എന്നിട്ടാ ജി ഓഫ് എക്സ് വൈ എഴുതുക. അപ്പോൾ ലാംഡ ഇൻറ്റു P1 H1 പ്ലസ് P2 H2 മൈനസ് വൈ. പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഡോ എൽ ബൈ ഡോ എച്ച്, ഡോ എൽ ബൈ ഡോ വൈ, ഡോ എൽ ബൈ ഡോ ലാംഡ. അത് ഏതാടാ, എടാ അതിൻ്റെ പ്രൊസീജിയർ പറയുന്നത് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ എങ്ങനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. അതിൻ്റെ കൺസ്ട്രെയിൻ തന്നിട്ടുണ്ട് P1 H1 പ്ലസ് P2 H2 ഈക്വൽ ടു വൈ. അങ്ങനെയെങ്കിൽ അതിൻ്റെ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ എന്താ, എൽ ഓഫ് എക്സ് വൈ ലാംഡ അതറിയാലോ ഈക്വൽ ടു തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാ, എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, ആ ഈ ഒരു മേളത്തെ ജനറൽ ഫോം എഴുതുന്നതേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് വൈ ലാംഡ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ലാംഡ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ. അപ്പോൾ ഇവിടെ പ്ലസ് ലാംഡ ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 അതുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുണ്ട് സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻ ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. അതാണ് കൺസ്ട്രെയിൻ്റെ ജനറൽ ഫോം. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻ എന്താ, P1 H1 പ്ലസ് P2 H2 ഈക്വൽ ടു വൈ. അപ്പോൾ കൺസ്ട്രെയിൻ ഈക്വൽ ടു സൈന. അപ്പോൾ നമുക്ക് ഇതിന് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ വൈനെ ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പോൾ എങ്ങനെ വരും, P1 H1 പ്ലസ് P2 H2 ഈക്വൽ
ഈക്വൽ ടു വൈ അല്ലായിരുന്നു, ആ വൈനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് വൈ ഈക്വൽ ടു 0 വരും. അപ്പം നമുക്ക് അതിൻ്റെ കൺസ്ട്രെയിൻറ്റ് കിട്ടിയല്ലോ. അപ്പം ലാംഡ ഇൻറ്റു P1H1 പ്ലസ് P2H2 മൈനസ് വൈ എന്ന് വരും. അതാണ് അതിൻ്റെ ജനറൽ ഫോം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഇക്വേറ്റ് ടു 0. അപ്പോൾ ഏതൊക്കെയുണ്ട് കറസ്പോണ്ടിങ് വേരിയബിൾസ് ഏത്, എച്ച് വൈ ലാംഡ. അപ്പോൾ ഡോ എൽ ബൈ ഡോ എക്സ് ഈക്വൽ ടു 0, ഡോ എൽ ബൈ ഡോ വൈ ഈക്വൽ ടു 0, ഡോ എൽ ബൈ ഡോ ലാംഡ ഈക്വൽ ടു 0. പിന്നെ ഈ ഇക്വേഷൻസ് എന്നിട്ട് സോൾവ് ചെയ്യുക, അതായത് ഇക്വേറ്റ് ടു 0 ചെയ്ത് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അൺനോണിൻ്റെ വാല്യൂ കിട്ടും. ഇനി എൻ്റെ പ്രോബ്ലംസാണ് പറയുന്നത്. മിനിമൈസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സബ്ജക്ട് ടു എക്സ് പ്ലസ് 2y മൈനസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും കൺസ്ട്രെയിൻറ്റ് ഇവിടെ എന്തുവാ എക്സ് പ്ലസ് 2y മൈനസ് 5. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഇക്വേഷൻ എഴുതുക, ഒരു ജനറൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് താഴോട്ട് എൽ ഓഫ് എക്സ് വൈ ലാംഡ ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ എന്തുവാ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ലാംഡ ഇൻറ്റു നമ്മുടെ കൺസ്ട്രെയിൻറ്റ് എന്തുവാ എക്സ് പ്ലസ് 2y മൈനസ് 5 അതിട്ട് കൊടുക്കാം. ഇനിയും ഈ ഒരു ഫംഗ്ഷനെ, അതായത് എല്ലിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഈക്വൽ ടു 0, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഈക്വൽ ടു 0, പിന്നെ വിത്ത് റെസ്പെക്ട് ടു എന്താ ലാംഡ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഈക്വൽ ടു 0. വിത്ത് റെസ്പെക്ട് ടു എച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ലാംഡ എക്സ് പ്ലസ് 2y മൈനസ് 5 അല്ലേ. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, അപ്പം 2x പ്ലസ് പിന്നെന്താ ലാംഡയുടെ കൂടെ ആരാ ഉള്ളത്, ലാംഡ എക്സ് എന്ന് പറയുന്ന ഒരു ടേം കൂടെ വരും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലാംഡ കോൺസ്റ്റന്റ്, അപ്പോൾ ലാംഡ വരും. അപ്പോൾ 2x പ്ലസ് ലാംഡ ഈക്വൽ ടു 0 വരും. അതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാവും, ലാംഡ ഈക്വൽ ടു മൈനസ് 2x പറഞ്ഞു. ഇനി അടുത്ത ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു y വരുമ്പോൾ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y പ്ലസ് ലാംഡ വെച്ചിട്ട് പറയുമ്പോൾ എങ്ങനെ 2 ലാംഡ, അതായത് 2y എന്ന് പറയുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ ലാംഡയും കൂടെ എടുക്കുമ്പോൾ എങ്ങനെ 2 ലാംഡ കോൺസ്റ്റന്റ്, വൈയുടെ ഡെറിവേറ്റീവ് 1. പിന്നെ ലാംഡയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ ലാംഡയുടെ കൂടെ ഉള്ള വിത്ത് റെസ്പെക്ട് ടു ലാംഡ എടുക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാം കോൺസ്റ്റന്റ്. അപ്പോൾ എക്സ് പ്ലസ് 2y മൈനസ് വൈ ഈക്വൽ ടു 0 വരും. ഇനിയും ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ലാംഡ എന്തെന്ന് കിട്ടി, മൈനസ് 2x എന്ന് കിട്ടി. 2x പ്ലസ് ലാംഡ ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡ എന്താ മൈനസ് 2x. ഇനിയും ഈ ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമ്മൾ ലാംഡ കിട്ടി മൈനസ് 2x എന്ന്, അത് നമ്മൾ സെക്കൻഡ് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2y പ്ലസ് 2 ലാംഡ ഈക്വൽ ടു 0ക്കകത്ത് 2y പ്ലസ് 2 ലാംഡ അല്ല, എന്ന് 2 ഇൻറ്റു മൈനസ് 2x എന്താ മൈനസ് 4x ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ ആ ഒരു ഇക്വേഷനെയും പിന്നെ അടുത്ത എന്താ മൂന്നാമത്തെ ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യും. മൂന്നാമത്തെ ഇക്വേഷൻ എന്താ എക്സ് പ്ലസ് 2y മൈനസ് 5 ഈക്വൽ ടു 0 അല്ലേ. ആ 5നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങനെ വരും, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 5. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ എന്താ എലിമിനേറ്റ് ചെയ്ത് അവസാനം എക്സിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതാണ് നമ്മുടെ ഇവിടുത്തെ എന്ത് മിനിമം പോയിന്റ്. മിനിമം പോയിന്റ് എഴുതിയിട്ട് മിനിമം വാല്യൂ കൂടെ കണ്ടുപിടിച്ചിരുന്നണം. മിനിമം വാല്യൂ കണ്ടുപിടിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ എഫ് ഓഫ് എച്ച് വൈ, അതിനകത്തോടെ എച്ചിൻ്റെ വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കണം. ഇവിടെ എച്ചിൻ്റെ വൈയുടെ വാല്യൂ എന്താ 1ഉം 2ഉം. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എത്ര വരും 5. അങ്ങനെ ചെയ്യാനുള്ളതാണ് ബാക്കിയുള്ളതും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മിനിമൈസ് എ ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു 2h1 സ്ക്വയർ മൈനസ് 24h1 പ്ലസ് 2h2 സ്ക്വയർ മൈനസ് 8h2 പ്ലസ് 200 സബ്ജക്ട് ടു h1 പ്ലസ് h2 മൈനസ് 11 ഈക്വൽ ടു 0 യൂസിങ് ദ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ. ഇതുപോലെ തന്നെ ഫസ്റ്റ് എന്താ ആ ഒരു ഇക്വേഷൻ അനുസരിച്ച് ഫംഗ്ഷൻ പ്ലസ് ലാംഡ ഇൻറ്റു ആ ഒരു കൺസ്ട്രെയിൻറ്റ് എഴുതി, പിന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത് ഇക്വേറ്റ് ടു 0 നമ്മൾ സോൾവ് ചെയ്ത് എച്ചിൻ്റെയും അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ മിനിമം ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്താ അതായിരിക്കും മിനിമം പോയിന്റ്, പിന്നെ മിനിമം വാല്യൂ കൂടെ കണ്ടുപിടിച്ചെഴുതുക. ഇനി നെക്സ്റ്റും അതേപോലെ തന്നെ എല്ലാം അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ ഫംഗ്ഷൻ എന്താ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ എഴുതി. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ വൈ സ്ക്വയർ മൈനസ് 4h സ്ക്വയറും കൺസ്ട്രെയിൻറ്റ് എങ്ങനെ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ഈക്വൽ ടു 4 എന്നാണ് കൺസ്ട്രെയിൻറ്റ് തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എഴുതുന്നു എൽ ഓഫ് എക്സ് വൈ ലാംഡ ഈക്വൽ ടു തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ വൈ സ്ക്വയർ മൈനസ് 4h സ്ക്വയർ പ്ലസ് ലാംഡ ഇൻറ്റു കൺസ്ട്രെയിൻറ്റ് എങ്ങനെ കൊടുത്തേക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ഈക്വൽ ടു 4. അപ്പോൾ നമ്മളത് ഈക്വൽ ടു 0 ആക്കി എഴുതണം. അപ്പോൾ എങ്ങനെ വരും എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു 0. ഇനി എടുത്തെഴുതുക എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ മൈനസ് 4. ഇനിയും പിന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു, ഈക്വൽ ടു 0 ചെയ്യുന്നു. ഇവിടെ 0 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു അതായത് ലാംഡയ്ക്ക് 2 വാല്യൂ ഇവിടെ നമുക്ക് കിട്ടും. ലാംഡയ്ക്ക് ഒരു വാല്യൂവും എച്ചിന് നമുക്കിവിടെ അതായത് സോൾവ് ചെയ്യുന്നതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ എന്താ 2h ലാംഡ മൈനസ് 8x പ്ലസ് ലാംഡ 2h ഈക്വൽ ടു 0 ആ 8xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങനെ വരും 2h ലാംഡ ഈക്വൽ ടു 8x. അതിനകത്തു നിന്ന് നമ്മൾക്ക് ലാംഡ വാല്യൂ എന്ത് പറയാം എച്ചും ക്യാൻസൽ ആയി പോയി 8/2 എത്ര 4 കിട്ടി. ഇനി എച്ച് എന്തെന്നും പറയാം 0 എന്നൊരു വാല്യൂ കൂടെ അവിടെ നിന്ന് കിട്ടത്തില്ല. അതായത് ആ ലാംഡ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്
ലാംഡയ്ക്ക് 4 കിട്ടി. ലാംഡയ്ക്ക് 4 കിട്ടി. എക്സിന് എന്താ ഒരു 0 എന്ന് പറയുന്നൊരു വാല്യൂ കൂടെ വരും. രണ്ട് വാല്യൂ ഇത് എല്ലാത്തിനും വരും. വൈയും അതുപോലെ കണ്ടുപിടിക്കുമ്പം നമ്മൾക്ക് ലാംഡയുടെ വാല്യൂ അവിടെ ഇട്ട് കൊടുത്തു 4. അപ്പോൾ 4 ഇൻറ്റു 4 16y. അപ്പോൾ 2y + 16y = 0. 18y = 0. അപ്പോൾ വൈക്ക് എന്തും വരാം, 0യും വരാം. പിന്നെ വൈക്ക് 0 വരുമ്പോൾ ലാംഡയുടെ വാല്യൂ എന്താന്ന് നോക്കണം. വൈക്ക് 0 വരുവാണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്താന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ഇക്വേഷൻ എന്തിട്ട് കൊടുത്താൽ മതി, വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ ലാംഡയുടെ വാല്യൂ എന്ത് വരും എന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഓരോ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി ലാംഡയുടെ വാല്യൂ എങ്ങനെ വരും എന്നുള്ളത്. പിന്നെ അടുത്ത എച്ചിൻ്റെ ഇതുകൂടെ കണ്ടുപിടിക്കാം. രണ്ട് വാല്യൂ ഇത് വരും, അത്രേ ഉള്ളൂ. രണ്ട് വാല്യൂ ഇത് വന്നു കഴിയുമ്പോൾ എന്താ നമുക്ക് പോയിന്റ്സ് ആയിട്ട് വരും. അതായത് ഇവിടെ എച്ചിൻ്റെ വാല്യൂ +or-2 വരുന്നുണ്ട്. പിന്നെ വൈയുടെ വാല്യൂ 0 വരുന്നുണ്ട്. ലാംഡയുടെ വാല്യൂ -1/2, ലാംഡയുടെ വാല്യൂ 4 അല്ലെങ്കിൽ h = 0 എന്ന് വരുന്നുണ്ട്. ഇത്രയും നമുക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തു നിന്ന് പോയിന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയ പോയിന്റ്സ് ഏതൊക്കെയാണ്, h = +or-. നമുക്ക് 2 പോയിന്റാണ് ഇവിടെ എടുക്കുന്നത്. 2 പോയിന്റ് എടുക്കുമ്പോൾ ഏതൊക്കെയാണ്, h = +or-2 എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, നമ്മൾ എപ്പോഴാണ് ഈ h = +or-2 കൊടുത്തത്, വൈക്ക് 0 വന്നപ്പോഴാണ് നമ്മൾ എന്ത് കൊടുത്തത്, എച്ചിന് വൈക്ക് 0 കൊടുത്തപ്പോഴാണ് എച്ചിന് +or-2 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പം എത്ര പോയിന്റ് വരും, 2,0യും വരും -2,0യും വരും. അങ്ങനെ 2 പോയിന്റ്സ് നമുക്ക് കിട്ടി. ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ലാംഡയുടെ വാല്യൂ ശ്രദ്ധിക്കേണ്ട, കാരണം നമുക്ക് പോയിന്റ് വേണ്ട, h, y. ഇവിടുന്ന് സോൾവ് ചെയ്തപ്പോൾ ലാംഡയുടെ വാല്യൂ 4 കിട്ടി. ലാംഡയുടെ വാല്യൂ 4 ആണെങ്കിൽ എച്ചിന്റെ വാല്യൂ 0. ഇനി വൈക്ക് 0 കിട്ടുമ്പോൾ ലാംഡയുടെ വാല്യൂ -1/2 എന്നേ കൊടുത്തുള്ളൂ. നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂസ് എന്താ, വൈക്ക് 0 വന്നപ്പം എച്ചിന്റെ വാല്യൂ +or-2 എന്ന് കിട്ടി. അപ്പം നമുക്ക് 20 - 20 വന്നു. ഇനി എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താ നോക്കണം. എക്സിന് 0 വരുമ്പം വൈയുടെ വാല്യൂ എന്താന്ന് നോക്കി കൊടുക്കുക. അത് ഈ മൂന്നാമത്തെ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എച്ചിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്തുവാ വരുന്നത് നോക്കുക, 2 ആ വരുന്നത്. എച്ചിന് 0 കൊടുക്കുമ്പോൾ എങ്ങനെ, 0 + 2y² - 4. അതിനകത്തുനിന്ന് നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. അപ്പം വൈക്കും പോയിന്റ് കിട്ടും. അപ്പം എച്ചിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ +or-√2. അപ്പം 2 പോയിന്റ് കൂടെ വരും, ഏതാ, 0 - √2ഉം 0√2ഉം കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു മാക്സിമം മിനിമം വാല്യൂസ് കണ്ടുപിടിക്കാനായിരുന്നു. എന്നിട്ട് നിൽക്കി ജസ്റ്റ് ഒരു മിനിറ്റ്, ഇത് ഇത്രയേ ഉള്ളൂ എന്നൊരു സംശയം, അത് നോക്കിയിട്ട്. ഇത് ഇത്രയും ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇതിൻ്റെ മാക്സിമം മിനിമം വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം, അത് അത്രയും വരെ എഴുതിയിട്ടുള്ളൂ. പക്ഷേ അത് അത്രയും വരെ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഫൈനലി ആ പോയിന്റ് എല്ലാം ഒന്ന് f(x, y) ഇട്ട് കൊടുക്കണം. പോയിന്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. ഫസ്റ്റ് L(x, y) ഇക്വേഷൻ എഴുതുക, ഡെറിവേറ്റീവ് എഴുതുക, =0 കൊടുക്കുക. ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാംഡയുടെ വാല്യൂ കറസ്പോണ്ടിങ് x, y വാല്യൂസ് കിട്ടും. അത് വെച്ചിട്ട് പോയിന്റ് എഴുതുക. പോയിന്റ് എഴുതി കഴിഞ്ഞിട്ട് ഈ 4 പോയിന്റ് ഉണ്ടല്ലോ കിട്ടിയത്, 4 പോയിന്റ് കിട്ടിയത് ഈ f(x, y) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് മാക്സിമം വാല്യൂ വരുന്നതായിരിക്കും മാക്സിമം പോയിന്റും വാല്യൂ. പിന്നെ ഏതാണോ ഏറ്റവും ചെറിയ വാല്യൂ അതായിരിക്കും എന്ത്, മിനിമം വാല്യൂം. അതിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ് മിനിമം പോയിന്റും ആയിരിക്കും. അതുകൂടെ ഒന്ന് എഴുതി വെക്കണം, എന്നാലേ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇവിടെ മാക്സിമം മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 4 പോയിന്റും ഈ f(x, y) ഇട്ട് കൊടുക്കുക. ഏറ്റവും ചെറിയ വാല്യൂ മിനിമം വാല്യൂ, അതിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ് മിനിമം പോയിന്റും. ഏറ്റവും വലിയ വാല്യൂ മാക്സിമം വാല്യൂം, അതിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ് മാക്സിമം പോയിന്റും. ഇവിടെ ഈ പോയിന്റ് എടുക്കുന്ന കൂടുതൽ കൺഫ്യൂസ് ചെയ്യേണ്ട ഒന്നുമില്ല. ഇവിടെ നമുക്ക് ലാംഡയുടെ വാല്യൂ കൂടെ എഴുതി വെക്കുന്നതേ ഉള്ളൂ. അതായത് ലാംഡയുടെ വാല്യൂ ഇടയ്ക്ക് നമ്മൾ എന്താ എച്ച് കിട്ടണമെങ്കിൽ ലാംഡയുടെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കണ്ടുപിടിച്ച് വെക്കുന്നതേ ഉള്ളൂ. പോയിന്റ് എടുക്കുമ്പം എച്ചും വൈയും കൂടെ എടുത്താൽ മതി. h 0 ആകുമ്പം നമുക്ക് +or-√2ഉം, y 0 ആകുമ്പം നമുക്ക് എച്ചിന് +or-2ഉം കിട്ടും. അതാണ് നമ്മുടെ ഇവിടുത്തെ പോയിന്റ്സ്. ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ പോയിന്റ് കണ്ടുപിടിക്കായിരുന്നു. നെക്സ്റ്റ് ഇതേപോലത്തെ തന്നെ ഒരു സെയിം സംഭവം തന്നെയാണ്. f(x1) നമ്മൾ 2 കൺസ്ട്രെയിൻ്റ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. 2 കൺസ്ട്രെയിൻ്റ് വരുമ്പോൾ എങ്ങനെയാണ്,
ഒരു കോൺസ്റ്റന്റ് കൂടെ വരും. സാധാരണ രീതിയിൽ എങ്ങനെയായിരുന്നു, എൽ ഓഫ് എച്ച് വൺ എച്ച് വൈ ലാംഡ അല്ലെങ്കിൽ എച്ച് വൺ എച്ച് ടു ലാംഡ ആയിരുന്നു. ഇവിടെ ഒരു കോൺസ്ട്രെയിൻ്റ് കൂടെ വരുന്നതുകൊണ്ട് എന്താ ലാംഡ ടു കൂടെ വരും, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പം എഫ് ഓഫ് എച്ച് വൺ എച്ച് ടു പ്ലസ് ലാംഡ വൺ ജി വൺ ഓഫ് എച്ചും പിന്നെ ലാംഡ ടു ജി ടു ഓഫ് എച്ച് വൺ എച്ച് ടു, അങ്ങനെ രണ്ട് കോൺസ്റ്റന്റ് വരുമ്പോൾ ലാംഡ വണ്ണിൽ ലാംഡ ടു കൊടുക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ വിത്ത് റെസ്പെക്ട് ടു ലാംഡ ടു കൂടെ എടുക്കണം. ഇതേപോലെ തന്നെ 4 ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ 4 ഇക്വേഷൻസ് വരുമ്പം നമുക്ക് 4 അൺനോൺസില്ല. അപ്പം എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, മെട്രിക്സ് ഫോമിൽ എടുത്താൽ മതി. അതായത് ഇതിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം എ മെട്രിക്സ്, വേരിയബിൾസ് എല്ലാം അൺനോൺസ് എല്ലാം എച്ച് മെട്രിക്സും, കോൺസ്റ്റൻസ് എല്ലാം ബി മെട്രിക്സും എടുത്തു കഴിഞ്ഞിട്ട് ഓഗ്മെന്റ് മെട്രിക്സ് എടുക്കുക, റെഡ്യൂസ് ചെയ്യുക. ഫൈനലി എച്ച് വൺ എച്ച് ടു ലാംഡ വൺ ലാംഡ ടുവിൻ്റെ വാല്യൂ കിട്ടും. അപ്പം നമുക്ക് പോയിന്റ് കിട്ടിയല്ലോ, എച്ച് വൺ എച്ച് ടു എന്താ 1 1. അപ്പം 1 1 അവിടുത്തെ ഒറ്റ പോയിന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ചോദ്യം എന്താണ്, അതായത് മിനിമം ആണോ മാക്സിമം ആണോ ചോദ്യം, അതിനനുസരിച്ച് കിട്ടിയ പോയിന്റ്. ഇപ്പോൾ മിനിമം ആഘോഷിച്ചെങ്കിൽ ഒറ്റ പോയിന്റ് കിട്ടിയുള്ളെങ്കിൽ അതാണ് മിനിമം പോയിന്റ്. ഇനി മാക്സിമം ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഒറ്റ പോയിന്റ് കിട്ടിയിട്ടുള്ളൂ മാക്സിമം പോയിന്റ്. അല്ലാതെ മൾട്ടിപ്പിൾ പോയിന്റ്സ് വരുമ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഏതാണ് മിനിമം എന്ന് നോക്കിയെടുത്താൽ മതി. എന്നിട്ട് മിനിമം വാല്യൂം കൊടുത്തു. ഇനിയും കോൺവെക്സ് ഫംഗ്ഷൻ പറഞ്ഞതാ, കോൺവെക്സ് ക്വാഡ്രാറ്റിക്. ഇനി ലഗ്രാഞ്ച് ഡ്യുവൽ മെത്തേഡ്. ലഗ്രാഞ്ച് ഡ്യുവൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ വെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സോൾവ് എ പ്രോബ്ലം യൂസിങ് ലഗ്രാഞ്ച് മെത്തേഡ് ഉള്ളി വി യൂസ് ലഗ്രാഞ്ച് ഡ്യുവൽ മെത്തേഡ്. നേരത്തെ പറഞ്ഞാൽ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ യൂസ് ചെയ്ത് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആകുമ്പോൾ നമ്മൾ ലഗ്രാഞ്ച് ഡ്യുവൽ മെത്തേഡ് യൂസ് ചെയ്യും. അതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മിനിമം എച്ച് വൺ എച്ച് ടു എച്ച് വൺ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ സബ്ജക്ട് ടു എച്ച് വൺ പ്ലസ് എച്ച് ടു ഈക്വൽ ടു 1. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ലഗ്രാഞ്ചൻ പ്രൈമൽ ഫംഗ്ഷൻ എഴുതുന്നു. പ്രൈമൽ ഫംഗ്ഷൻ എഴുതുന്നത് നമ്മുടെ ലഗ്രാഞ്ച് ഫംഗ്ഷൻ പോലെ തന്നെയാണ്. എൽ ഓഫ് എച്ച് വൺ എച്ച് ടു ലാംഡ ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ എന്തുവാ എച്ച് വൺ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ പ്ലസ് ലാംഡ ഇൻറ്റു നമ്മുടെ ആ ഒരു കൺസ്ട്രെയിൻ്റ് ഏതാ എച്ച് വൺ പ്ലസ് എച്ച് ടു മൈനസ് 1. നമ്മുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു, 0 ഡിക്വേറ്റ് ചെയ്യുമ്പോൾ എച്ച് വൺ എച്ച് ടുവിന് 2 വാല്യൂ കിട്ടും. പിന്നെ ഇനിയുമാണ്, അതായത് ലഗ്രാഞ്ചിയൻ ഡ്യുവൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലഗ്രാഞ്ചിയൻ ചെയ്തിട്ട് വേണം ലഗ്രാഞ്ചിയൻ ഡ്യുവൽ ചെയ്യാൻ. ലഗ്രാഞ്ചിയൻ ചെയ്ത് ഇനി ലഗ്രാഞ്ചിയൻ ഡ്യുവൽ എടുക്കുമ്പോൾ എങ്ങനെ, ആ ലാംഡയിലുള്ള ഫംഗ്ഷൻ മാത്രം ആക്കി വരക്കണം. അതായത് ഡി ഓഫ് എൽ ഓഫ് എച്ച് വൺ എച്ച് ടു ലാംഡ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ, ആ ഒരു ഇക്വേഷനകത്തോട്ട് ആ ഒരു ഇക്വേഷനെ നമ്മൾ ഡി ഓഫ് ലാംഡ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ലാംഡയുടെ എച്ച് വണ്ടെ എച്ച് ടുവിൻ്റെ വാല്യൂ എന്താ കിട്ടിയത് മൈനസ് ലാംഡ ബൈ ടുവും എച്ച് ടുവിൻ്റെ എന്താ മൈനസ് ലാംഡ ബൈ ടു, അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെ വരും, ഈ ഒരു ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ലാംഡ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് ലാംഡ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ ബൈ ടു പ്ലസ് ലാംഡ ബൈ ടു മൈനസ് 1. എന്നിട്ട് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് ഫൈനലി എന്താ ലഗ്രാഞ്ച് ഡ്യുവൽ ഈസ് എന്ന് പറഞ്ഞാൽ ആ ഫൈനൽ ഇത് എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെ നെക്സ്റ്റും പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പം മിനിമൈസ് ഡബ്ല്യു ബിലോങ്സ് ടു ആർ ഡി ഹാഫ് ഡബ്ല്യു ട്രാൻസ്പോസ് ഡബ്ല്യു സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ് ഡബ്ല്യു ട്രാൻസ്പോസ് എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടെ എന്ന് പറയുമ്പോൾ മെട്രിക്സ് വരുന്നതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ the minimum W belongs to RD half W transpose W subject to 1 minus ഇവിടെ W transpose X greater than or equal to 1 അല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം, W transpose X 1നെ ഇപ്പുറത്തോട്ട് കൊണ്ട് 1നെ അല്ല നമ്മളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കുന്നത്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, W transpose എക്സിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ട്, അപ്പം 1 മൈനസ് W transpose X ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരും. അപ്പം നമുക്കാണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്ത് 1 മൈനസ് ഡബ്ല്യു ട്രാൻസ്പോസ് എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതി. ആ കൺസ്ട്രെയിനിനെ എങ്ങനെയല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആ ഫോമിലാക്കി വെച്ച്. ഇനി അതിൻ്റെ ലഗ്രാഞ്ച് പ്രൈമൽ ഫംഗ്ഷൻ എങ്ങനെ എടുക്കുന്നത്, എൽ ഓഫ് ഇവിടെ എച്ച് അല്ലല്ലോ ഡബ്ല്യു, അപ്പം ഡബ്ല്യു കോമ ലാംഡ ഈക്വൽ ടു തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാ ഹാഫ് 1/2 ഡബ്ല്യു ട്രാൻസ്പോസ് ഡബ്ല്യു പ്ലസ് ലാംഡ ഇൻറ്റു ഏതാ നമ്മുടെ 1 മൈനസ് ഡബ്ല്യു ട്രാൻസ്പോസ് എക്സ് അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് എന്താ ഡോ എൽ ബൈ ഡബ്ല്യുവും കണ്ടുപിടിക്കണം, ഡോ എൽ ബൈ ഡോ ലാംഡയും കണ്ടുപിടിച്ചിട്ട് ഡോ എൽ ബൈ ഡോ ഡബ്ല്യു കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഡബ്ല്യുവിന് എന്തെന്ന് കിട്ടും ലാംഡ എച്ച് എന്ന് കിട്ടും വാല്യൂ. പിന്നെ ഡോ എൽ ബൈ ഡോ ലാംഡ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ ഡബ്ല്യു ട്രാൻസ്പോസ് എച്ച് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി ലഗ്രാഞ്ച് ഡ്യുവൽ ഫംഗ്ഷൻ ചെയ്യുമ്പം ഡബ്ല്യുവിൻ്റെ വാല്യൂ കിട്ടി എന്തുവാ ലാംഡ എച്ച്, അത് നമ്മൾ
ഈ ഒരു ആദ്യ ഫംഗ്ഷനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എല്ലിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കപ്പോൾ ഹാഫ് ലാംഡ ഇൻറ്റു ലാംഡ ലാംഡ സ്ക്വയർ പിന്നെ എക്സ് ട്രാൻസ്പോസ് എക്സ് പ്ലസ് ലാംഡ മൈനസ് ലാംഡ സ്ക്വയർ എക്സ് ട്രാൻസ്പോസ് എക്സ് എന്ന് വരും. പിന്നെ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഫൈനലി എഴുതുക ചെയ്യുന്നത്. രണ്ട് ലൈക്ക് ടേംസ് ഉണ്ട്, ഏതാ ലാംഡ സ്ക്വയർ എക്സ് ട്രാൻസ്പോസ് എക്സ്, അതിനെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ലാംഡ സ്ക്വയർ എക്സ് ട്രാൻസ്പോസ് എക്സ് ബൈ 2 പ്ലസ് ലാംഡ വരും. ഇത് ഫൈനലി കൺസ്ട്രെയിൻ്റ് ആക്കി എഴുതുക. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പ്രോഗ്രാം തന്നിട്ടുണ്ട്, മെട്രിക്സ് ആക്കിയാണ് തന്നിട്ടുണ്ട്. മെട്രിക്സ് ആക്കിയാണ് ഫംഗ്ഷനും തന്നിരിക്കുന്നത്, പിന്നെ സബ്ജക്റ്റും കുറച്ച് കൺസ്ട്രെയിൻസും തന്നിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഇനി നെക്സ്റ്റ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് ഈ മെട്രിക്സോടെ എഴുതി ചെയ്യുന്നത് പാടായതുകൊണ്ട് തന്നെ നമ്മൾക്ക് എങ്ങനെ എഴുതാം, മിനിമം എക്സ് ബിലോങ്സ് ടു ഹാഫ് ആ എച്ച് വൺ എച്ച് ടു എന്നുള്ളതിനെ എങ്ങനെ എഴുതാം, ഈ ഒരു എച്ച് വൺ എച്ച് ടു അൺനോൺസിനെ എങ്ങനെ എഴുതാം, എക്സ് ട്രാൻസ്പോസ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊരു ക്വാഡ്രാറ്റിക് പ്രോഗ്രാം ആണെന്ന് ഓർക്കണം. അപ്പോൾ ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിൻ്റെ ഇക്വേഷൻ അതാണ്ട് ഇത് എഫ് ഓഫ് എച്ച് ഇസിക്കൽ ടു എച്ച് ട്രാൻസ്പോസ് ക്യൂ എക്സ് പ്ലസ് സി ട്രാൻസ്പോസ് എക്സ്. അപ്പോൾ ഇത് ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് എന്താ ക്വാഡ്രാറ്റിക് പ്രോഗ്രാം ആണ്. അപ്പോൾ ഡയറക്ട്ലി ആ ഇക്വേഷൻ യൂസ് ചെയ്യുക, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. കൺസ്ട്രെയിൻറ്റ് എന്താ ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിൻ്റെ അതേ സെയിം തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എച്ച് ലെസ് ദാൻ ബി ആണ്, അപ്പോൾ അതിനെ എച്ച് മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി നമ്മൾ സാധാരണ രീതിയിൽ സാധാ ലഗ്രാഞ്ചും കണ്ടുപിടിക്കും. സാധാ ലഗ്രാഞ്ചും കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ ഹാഫ് എച്ച് ട്രാൻസ്പോസ് യു എച്ച് പ്ലസ് സി ട്രാൻസ്പോസ് എക്സ്, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. പ്ലസ് നമ്മളാണെങ്കിൽ നെക്സ്റ്റ് എടുക്കുമ്പോൾ എന്താ ഇവിടെ നമ്മൾ ലാംഡ എടുത്ത് ലാംഡ എച്ച് മൈനസ് ബി, നമ്മളിവിടെ എടുക്കുന്ന ലാംഡ ട്രാൻസ്പോസ് എന്നാണ് എടുക്കുന്നത്. ഇവിടെ ഈ ഒരു മെട്രിക്സിൻ്റെ കേസ് വരുമ്പോൾ ഇവിടെ നമ്മൾ ലാംഡ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ് എടുക്കുന്നത്. പിന്നെ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തു. പിന്നെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ട് ഡോയൽ ബൈ ഡോ എച്ച് കണ്ടുപിടിക്കുന്നു. ഡോയൽ ബൈ ഡോ എച്ച് കണ്ടുപിടിക്കുമ്പോൾ എച്ചിൻ്റെ വാല്യൂ കിട്ടും. അത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇടയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഡോയൽ ബൈ ഡോ എച്ച് ചെയ്തു. ഡോയൽ ബൈ ഡോ എച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് എന്താ പറയുക പ്രോപ്പർട്ടീസ് മാതിരി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വേണ്ട ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് എടുത്തിട്ടുണ്ട്. ഡി ഓഫ് എച്ച് ട്രാൻസ്പോസ് എച്ച് ബൈ ഡി എച്ച് എന്ന് പറയുന്നത് 2h, ഡി ബൈ ഡി എച്ച് ഓഫ് എച്ച് ട്രാൻസ്പോസ് എച്ച് എന്ന് പറയുന്നത് 2h, ഡി ബൈ ഡി എച്ച് ഓഫ് എച്ച് ട്രാൻസ്പോസ് ബി എന്ന് പറയുന്നത് ബി, പിന്നെ ഡി ബൈ ഡി എച്ച് ഓഫ് എ ട്രാൻസ്പോസ് എക്സ് എന്ന് പറയുന്നത് എ. ആ ഒരു പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഇത് സോൾവ് ചെയ്ത് ഇത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ വെച്ചിട്ട് ഇക്വേഷൻ എഴുതി ചെയ്തു. അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഡോയൽ ബൈ ഡോ എച്ച് ചെയ്യുമ്പോൾ എച്ചിൻ്റെ വാല്യൂ ഒരു കിട്ടും. ഇവിടെ കിട്ടിയത് മൈനസ് ക്യൂ റേസ് ടു മൈനസ് 1 സി പ്ലസ് ലാംഡ എ റേസ് ടു ടി. ഡോയൽ ബൈ ഡോ ലാംഡയും കിട്ടും. ഇതിനെ ഡോയൽ ബൈ ഡോ ലാംഡ എന്തുവാ എച്ച് മൈനസ് ബി, അതിനെ നമ്മൾ ഈക്വൽ ടു 0 എന്നും പറഞ്ഞുകൊണ്ട് എഴുതി. ഇത്രയാണ് നമ്മളിവിടെ ചെയ്തത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്യുവൽ മൾട്ടിപ്ലയർ എടുക്കുന്നു. ഡ്യുവൽ ഫംഗ്ഷൻ എടുക്കുമ്പോൾ എന്താ ഡി ഓഫ് ലാംഡ ഈ സി ഈ ഒരു എക്സിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ഈ ഒരു എക്സിൻ്റെ വാല്യൂവിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ആ ഒരു എക്സിൻ്റെ വാല്യൂവിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സിൻ്റെ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കുക ആ പറഞ്ഞ പ്രോപ്പർട്ടീസ് അനുസരിച്ച്. ആ ഒരു സിംപ്ലിഫൈ ചെയ്യുന്നത് നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അത് എന്താ പറയുക ഞാൻ എന്താ പറയുക ഇത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. ചെയ്ത് തന്നെ നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് ഇനിയുള്ളത് സിംഗ്ലറ്റ്സ് മെത്തേഡ്. ഇതിൻ്റെ ആ ഒരു സിംപ്ലിഫിക്കേഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ചെയ്ത് നോക്കുമ്പോൾ ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ്. അതിങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാകത്തില്ല. ഇനി നെക്സ്റ്റ് സിംഗ്ലറ്റ്സ് മെത്തേഡ് കൂടെ ഉള്ളൂ, അതുകൂടെ പറഞ്ഞുതരാം. സിംഗ്ലറ്റ്സ് മെത്തേഡ് എന്ന് പറയുമ്പം ബാക്കിയെല്ലാം പറഞ്ഞു ആ ഒരു ലാസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് ചെയ്ത് നോക്കുക. ആ തന്നിരിക്കുന്ന പ്രോപ്പർട്ടീസ് അനുസരിച്ച് സെയിം ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ സാധാ ലഗ്രാഞ്ച് ചെയ്യും, പിന്നെ നെക്സ്റ്റ് എന്തുവാ ആ ഡെറിവേറ്റീവ് എടുക്കും ഈക്വേറ്റ് ടു 0, പിന്നെ നമ്മൾ ഡി ഓഫ് ലാംഡ എങ്ങനെ ആ ഒരു എല്ലിനകത്തോട്ട് ആ കിട്ടിയ വാല്യൂസ് അൺനോൺസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്യുന്നുള്ളൂ. പക്ഷേ അതിനകത്തിൽ സിംപ്ലിഫിക്കേഷൻ കുറച്ച് ഇതാന്നേ ഉള്ളൂ. അത് ആ തന്നിരിക്കുന്ന ആ കുറച്ച് ഐഡൻറ്റിറ്റീസ് വെച്ചിട്ട്
ചെയ്ത് നോക്കിയാൽ മതി. ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സിംഗ്ലറ്റ്സ് മെത്തേഡാണ്. സിംഗ്ലറ്റ്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് അതിൻ്റെ ഫ്ലോ ചാർട്ടാണ്, ഇത് പഠിക്കണം. ഈ ഒരു പ്രോബ്ലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അതും ഈ ഫ്ലോ ചാർട്ടോട് നോക്കിയാൽ പിന്നെ മനസ്സിലാവും. ആ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്നുള്ള രീതിക്ക് കിടക്കുന്നതേ ഉള്ളൂ. ഇനി സിംഗ്ലറ്റ്സ് മെത്തേഡ് എങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. ഫസ്റ്റ് സോൾവ് ദ ഫോളോയിങ് മിനിമൈസ് z equal to h1 minus 3h2 plus 2h3 സബ്ജക്റ്റ് ടു ഒരു 3 കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്, പിന്നെ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസും തന്നിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ രീതി ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല, സോൾവ് ബൈ സിംഗ്ലറ്റ്സ് മെത്തേഡ് എന്ന് വെച്ചിട്ട് ഒരു മിനിമൈസ്, ഇവിടെ മിനിമൈസ് ചെയ്യാനാ. പിന്നെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇതാ z equal to, അതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. പിന്നെ സബ്ജക്റ്റ് ടു 3 കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്, h1 h2 h3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ്റ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞായിരുന്നു മിനിമൈസ് ചെയ്യുന്നതാണ് ഈ ഇതിൻ്റെ ഒക്കെ ഒരു എന്താന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്, മിനിമൈസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ മിനിമം മെത്തേഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അല്ല മിനിമൈസ് ചെയ്യുന്നുണ്ട്, മാക്സിമൈസ് ചെയ്യുന്ന അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം തിരിഞ്ഞു പോകും. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ കൺവേർട്ട് ദ LPP ഇൻറ്റു സ്റ്റാൻഡേർഡ് ഫോം സിംഗ്ലറ്റ്സ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു സ്റ്റാൻഡേർഡ് LPP. അതായത് മാക്സിമൈസ് ചെയ്യാനാണെങ്കിലാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. മിനിമൈസ് ചെയ്യാനാണെങ്കിൽ അതിനെ മാക്സിമൈസ് ചെയ്യാനുള്ള ആ ഒരു ഫോമിലേക്ക് ആക്കി വെക്കണം. അതിനുള്ള ഇക്വേഷനാണ് മിനിമം മെത്തേഡ് ഈക്വൽ ടു മൈനസ് മാക്സ് ഓഫ് മൈനസ് z. ഒന്നുകൂടെ പറയാം, നമ്മുടെ ഒരു സിംഗ്ലറ്റ്സ് മെത്തേഡിനകത്ത് ഒരു LPP, അതായത് സിംഗ്ലറ്റ്സ് മെത്തേഡ് എന്ന് പറയേണ്ട ഏത് മെത്തേഡിനകത്തായാലും ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യാനാണ്. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന മിനിമൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന LPPയെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആ തന്നിരിക്കുന്ന ആ ഒരു z ഈക്വൽ ടു h1 മൈനസ് 3h2 പ്ലസ് 2h3 ഇല്ലേ, അതിൻ്റെ നെഗറ്റീവ് എടുക്കും. നെഗറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെ വരും, മൈനസ് h1 പ്ലസ് 3h2 മൈനസ് 2h3 എന്ന് വരും. അതാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു സ്റ്റാൻഡേർഡ് ഫോം തന്നെ. അതായത് മാക്സ് z സ്റ്റാർ എന്നതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിക്കുന്നു. മാക്സ് z സ്റ്റാർ ഈക്വൽ ടു മൈനസ് z എടുത്താൽ മതി. ജസ്റ്റ് അതിൻ്റെ മൈനസ് z എടുക്കുന്നു. പിന്നെ മേളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, മിനിമം z ഈക്വൽ ടു മൈനസ് മാക്സ് ഓഫ് മൈനസ് z. അത് ലാസ്റ്റ് ഉപയോഗിക്കാനുള്ള ഇക്വേഷനാണ്. ആ സൈഡിൽ എഴുതിയിരിക്കുന്ന ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ മിനിമം z ഈക്വൽ ടു മൈനസ് മാക്സ് ഓഫ് മൈനസ് z, അത് ലാസ്റ്റിൽ അതിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. ഇപ്പം ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ മാക്സ് z സ്റ്റാർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് അതിനെ വിളിക്കുന്നതേ ഉള്ളൂ. മാക്സ് z സ്റ്റാർ ഈക്വൽ ടു ഒന്നുമില്ല, തന്നിരിക്കുന്ന z ഫംഗ്ഷൻ്റെ നെഗറ്റീവ് എടുക്കുക, മൈനസ് x1 പ്ലസ് 3h2 മൈനസ് 2h3. ഇനിയും നെക്സ്റ്റ് എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ആ കൺസ്ട്രെയിൻസിനകത്ത് ചെയ്യാൻ പോകുന്നത് പറയാൻ പോകുന്നത്. കൺസ്ട്രെയിൻസിനകത്ത് എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മളൊരു വേരിയബിൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് പറയുന്ന പേരാണ് സ്ലാക്ക് വേരിയബിൾ. ഒന്നുകൂടെ പറയാം, കൺസ്ട്രെയിൻസിനകത്ത് ഇവിടെ എന്തുവാ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പം നമ്മളൊരു വേരിയബിൾ ആഡ് ചെയ്ത് കൊടുക്കണം, അതാണ് സ്ലാക്ക് വേരിയബിൾ. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് പകരം കൺസ്ട്രെയിൻസിനകത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നെങ്കിൽ നമ്മൾ ഒരു വേരിയബിൾ കുറച്ച് കൊടുക്കണം, അതാണ് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുവാ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി ആ വേരിയബിൾ എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറയാൻ പോകുന്നത്. അതായത് ഒന്നുമില്ല, നമ്മുടെ 3h1 മൈനസ് x2 പ്ലസ് 2h3 അതിനോട് എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഫസ്റ്റ് കൺസ്ട്രെയിൻ്റ് ഏതാ, 3h1 മൈനസ് x2 പ്ലസ് 2h3 പ്ലസ് 2h3 അവിടെ വരെ 3h1 ഈ ഒരു ഇത് നോക്കിയാൽ മതി. 3h1 മൈനസ് h2 പ്ലസ് 2h3 എന്ന് പറയുന്നത് എന്താ, ഇവിടുത്തെ ഫസ്റ്റ് കൺസ്ട്രെയിൻ്റ്. അതിനോട് ഒരു വേരിയബിൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ എന്താ, പുതിയ വേരിയബിളിനെ h4 എന്നങ്ങ് വിളിക്കുന്നത്. അപ്പം എങ്ങനെ വരും, 3h1 മൈനസ് x2 പ്ലസ് 2h3 പ്ലസ് x4. ഒരു വേരിയബിൾ ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉപയോഗിക്കേണ്ട, ഈക്വൽ ടു 7 എന്ന് കൊടുക്കുക, ഈക്വൽ ടു 7 എന്ന് കൊടുക്കുക. അതായത് ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റാൻ വേണ്ടി എന്താ ചെയ്തത്, ഒരു വേരിയബിളിനെ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നെങ്കിൽ നമ്മൾ ഒരു വേരിയബിൾ കുറച്ച് കൊടുത്തേനെ, മൈനസ് x4 എന്ന് കൊടുത്തേനെ. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് പ്ലസ് x4. ഇനി അടുത്ത കൺസ്ട്രെയിൻ്റ് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് 2h1 പ്ലസ് 4h2 മൈനസ് 2h1 പ്ലസ് 4h2 ലെസ് ദാൻ or equal to 12.
ഇവിടെ നമ്മൾ അതെടുക്കുമ്പം കുറച്ച് ശ്രദ്ധിക്കണം. അതായത് -2h1 + 4h2. നമുക്ക് എത്ര വേരിയബിൾ ഉണ്ട് ടോട്ടൽ? 3 വേരിയബിൾ അല്ലേ? h1 h2 h3. ഈ സെക്കൻഡ് കൺസ്ട്രെയിന്റ് അകത്ത് h3ക്ക് കോയിഫിഷ്യന്റ് ഉണ്ടോ? ഇല്ല. h3 ഇല്ല. അപ്പൊ അതിന്റെ കോയിഫിഷ്യന്റ് എന്താ? 0. അപ്പം +0h3. ഇനി മേളിന് നമ്മളൊരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഏതാ? h4. അതിന് കോയിഫിഷ്യന്റ് എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. അതായത് 0h4 എന്ന് വേണം നെക്സ്റ്റിനകത്ത് എഴുതാൻ. എന്നിട്ട് ഇതിന്റെ സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഏതാ? നെക്സ്റ്റ് ഏതെടുക്കാം? h5. h5 = 12. ഇനി മൂന്നാമത്തെ കൺസ്ട്രെയിന്റ് വരുമ്പോഴും ഇതേപോലെ തന്നെ. മൂന്നാമത്തെ കൺസ്ട്രെയിന്റ് എങ്ങനെ? -4h1 + 3h2 + 8h3. അത് അതേപടി തന്നെ എഴുതുന്നു. നമ്മളെങ്ങനെ? 4h1 + 3h2 + 8h3, പിന്നെ 8h3 പ്ലസ് നമ്മൾ എന്തുവാ നേരത്തെ ഏതാ? 0h4 ഉണ്ടല്ലോ. 0h4 എന്ന് പറയുമ്പോൾ എന്താ? നേരത്തെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത സ്ലാക്ക് വേരിയബിൾസിലെല്ലാം എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് പുതിയ വേരിയബിൾ ആഡ് ചെയ്യും. ഇവിടെ നേരത്തെ രണ്ടെണ്ണത്തിനകത്ത് ഏതൊക്കെയാ? ഫസ്റ്റിനകത്ത് h4 ആഡ് ചെയ്ത് കൊടുത്ത്, സെക്കൻഡിനകത്ത് h5. അതിന് രണ്ടിനും കോയിഫിഷ്യന്റ് എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. പ്ലസ് എന്തുവാ? x6 പുതിയ സ്ലാക്ക് വേരിയബിൾ = 10. എന്നിട്ട് ഈ പറഞ്ഞ എല്ലാ വേരിയബിളും എന്തോ >= 0 ആയിരിക്കും. അങ്ങനെ. പിന്നെ ഇവിടെ ഒരു -4 ഉണ്ട്. അതായത് തേർഡ് കൺസ്ട്രെയിനകത്ത് -4h1 + 3h2. ആ മൈനസ് ഇട്ടിട്ടില്ല, മൈനസ് അവിടെ ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പം ഇനി അടുത്തത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിന്റെ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇവിടെ എത്ര ഇക്വേഷൻ ഉണ്ട്? അതായത് കൺസ്ട്രെയിൻസിനകത്ത് എത്ര ഇക്വേഷൻ ഉണ്ട്? 3 ഇക്വേഷൻ ഉണ്ട്. എത്ര വേരിയബിൾ ഉണ്ട്? h1 ഉണ്ട്, h2 ഉണ്ട്, h3 ഉണ്ട്, h4 ഉണ്ട്, h5 ഉണ്ട്, h6 ഉണ്ട്. അപ്പൊ 6 വേരിയബിൾസ് ഉണ്ട്. അപ്പൊ n-m ചെയ്ത് നോക്കുക. 6 - 3 3. എത്ര വേരിയബിൾസ് ഉണ്ട്? 3 വേരിയബിൾസ് ഇവിടെ =0. അതായത് നമുക്ക് ഏതൊക്കെയാ? h4, h5, h6 ആണ് ഇവിടുത്തെ എന്ത് ബേസിക് വേരിയബിൾസ്. അതായത് 3 വേരിയബിൾസ് n-m ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. 3 വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താ? h4, h5, h6. അതാണല്ലോ നമ്മുടെ ഇവിടുത്തെ എന്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത വേരിയബിൾ, സ്ലാക്ക് വേരിയബിൾസ്. ഈ വേരിയബിൾസ് ആണ് ബേസിക് വേരിയബിൾസ്. ഇനി h1, h2, h3 ആദ്യം തൊട്ടേ അവിടെ ഉണ്ടായിരുന്ന സാധനമാണ് ഏത്? h1, h2, h3. അതാണ് ഇവിടുത്തെ എന്ത് നോൺ ബേസിക് വേരിയബിൾസ്. ഇനി ഈ നോൺ ബേസിക് വേരിയബിൾസിന് എന്തിട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. അതായത് h1 = 0, h2 = 0, h3 = 0 എന്ന് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പം h1 = 0, h2 = 0, h3 = 0 ആണെങ്കിൽ നമുക്ക് h4, h5, h6 എന്ത് വരും? 7, 12, 10. അത് ആ ഒരു ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അതായത് ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനകത്ത് h1, h2, h3 ഇട്ട് കൊടുത്താൽ h4 എന്ത് വരും? 7 വരും. അതായത് 3h1 - h2 + 2h3 + h4 = 7. അവിടെ h1, h2, h3 0 ഇട്ട് കൊടുത്താൽ h4 എന്തേ വരത്തുള്ളൂ? 7 വരത്തുള്ളൂ. അതേപോലെ തന്നെ അടുത്തത് ഇട്ട് കൊടുത്താൽ എന്താ? h5 12 വരും, h6 10 വരും. ആ ഒരു കേസ് പറഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ ഒന്നുകൂടെ എഴുതുന്നു. അതായത് -z = -h1 + 3h2 - 2h3. അതാണല്ലോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലൂടെ എന്തുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക? ആ സ്ലാക്ക് വേരിയബിൾസ് കൂടെ എഴുതുക. എങ്ങനെ? കോഎഫിഷ്യന്റ് 0 ഇട്ട് കൊടുത്ത് വേണം എഴുതാൻ. 0h4 + 0h5 + 0h6. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ടേബിളിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നോണം. അതായത് CB, HB, y1, y2, y3, y4, y6 എന്തൊക്കെയാന്ന് പറയാം. നമ്മുടെ CB എന്ന് പറയുമ്പം നമ്മുടെ എന്താ പറയുക സ്ലാക്ക് വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ്, അതായത് h4, h5, h6 ആണല്ലോ ഇവിടുത്തെ സ്ലാക്ക് വേരിയബിൾസ്. അതിന്റെ കോഎഫിഷ്യൻസ് എന്തുവാ? 0. അതാണ് 0 0 0 എന്ന് ഇട്ടേക്കുന്നത്. ഇനി HB എന്ന് പറയുമ്പം ആ സ്ലാക്ക് വേരിയബിൾസിന്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. h4 = 7, h5 = 12, h6 = 10. അതാണ് അവിടെ HBയിൽ കൊടുത്തിരിക്കുന്നത്. ഇനിയും നെക്സ്റ്റ് എന്ന് പറയുമ്പം CJ എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ? CJ എന്ന് കൊടുത്ത് ഒരു ആരോ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ -z കോഎഫിഷ്യൻസ്, അതായത് h1 കോഎഫിഷ്യന്റ് -1, h2 കോഎഫിഷ്യന്റ് 3, h3 കോഎഫിഷ്യന്റ് -2, h4 0, h5 0, h6 0. ഇനി y1, y2, y3, y4, y5, y6 എന്ന് കൊടുത്തിട്ട് കൺസ്ട്രെയിൻസ് ഉണ്ടല്ലോ അതിന്റെ ഇത് കോഎഫിഷ്യൻസ് ഇട്ട് കൊടുക്കാം. 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. 3 കൺസ്ട്രെയിൻസിന്റെ കോഎഫിഷ്യന്റ് ഇട്ടു. ഫസ്റ്റ് വൺ ഞാൻ പറയാം. 3h1 - h2 + 2h3 + h4 = 7 എന്നുള്ള ഫസ്റ്റ് കൺസ്ട്രെയിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ h1 കോഎഫിഷ്യന്റ് 3, h2 കോഎഫിഷ്യന്റ് -1, h3 കോഎഫിഷ്യന്റ് 2, h4 കോഎഫിഷ്യന്റ് 1, പിന്നെന്തുവാ h5, h6 അവിടെ ഇല്ല. അപ്പൊ അതിന്റെ കോഎഫിഷ്യന്റ് എന്തുവാ? 0. ഇനിയും ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ZJ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത്.
ഇസഡ് ജെ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ, അതായത് സി ബി എ y1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എഴുതണം. അതായത് സി ബിയിലെ ഫസ്റ്റ് വാല്യൂ എന്തോ സീറോയാ, സി ബി y1 ആണ് എടുക്കുന്നത്. സി ബിയിൽ സീറോ ആണല്ലോ ഫസ്റ്റ് എടുക്കുന്നത്. 0 × y1 ഫസ്റ്റ് എന്തോ എടുക്കുന്നത് 3. അപ്പൊ 0 × 3 പ്ലസ് നെക്സ്റ്റ് റോ 0 × -2 പ്ലസ് നെക്സ്റ്റ് റോ 0 × -4. അപ്പൊ എന്ത് തന്നെ വരും? 0 വരും. അങ്ങനെ 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 ഓരോ റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എന്താ 3ഉം 0 അല്ലേ, അപ്പൊ കംപ്ലീറ്റ്ലി 0 വരും. ഇനി ഇസഡ് ജെ മൈനസ് ഇ ജെ ചെയ്യണം. ഇസഡ് ജെ മൈനസ് ഇ ജെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ 0 മൈനസ് ആ സി ജെ മൈനസ് ഇസഡ് ജെയും സി ജെ ഉണ്ടല്ലോ, അത് മൈനസ് ചെയ്യുക. 0 - 1 -1 + 1, 0 - 3 -3, 0 - 1 -2 + 2, ബാക്കിയെല്ലാം 0 തന്നെ വരും. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മിനിമം റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നാ. ഇനി നമ്മൾ ഇസഡ് ജെ മൈനസ് സി ജെ കണ്ടുപിടിച്ചല്ലോ, ഇതിലെ മോസ്റ്റ് നെഗറ്റീവ് ആരാ? -3 ആണല്ലോ. ഇവിടെ നെഗറ്റീവ് നമ്പർ ആകെ ഉള്ളത് -3 ആ. ഇനി ഒത്തിരി നെഗറ്റീവ് നമ്പർ ഉണ്ടെങ്കിൽ അതിൽ മോസ്റ്റ് നെഗറ്റീവ് നോക്കണം. ഇവിടെ എന്തായാലും നെഗറ്റീവ് ഏറ്റവും ആരാ? -3. -3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ഏതാ? y2 ആണ്. -3 ഏത് കോളത്തിലാണ് വന്നത്? y2ല്. അപ്പൊ y2ലാണ് ഈ ഒരു നെഗറ്റീവ് വന്നിരിക്കുന്നതെങ്കിൽ h2 ആയിരിക്കും ബേസിസിൽ എൻട്രി ചെയ്യുന്നത്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. y2 ആണെങ്കിൽ y2ലാണ് മോസ്റ്റ് നെഗറ്റീവ് വന്നെങ്കിൽ ഇവിടെ നമുക്ക് h2 ആയിരിക്കും ബേസിസിലേക്ക് എൻട്രി ചെയ്യുന്നത്. പക്ഷെ ലീവ് ചെയ്യുന്നത് ബേസിസിൽ നിന്ന് അപ്പോൾ ഒരാൾക്ക് കയറണമെങ്കിൽ ഒരാൾ ഇറങ്ങി പോകണമല്ലോ. h4 h5 h6 ഇപ്പോൾ ഇവിടെ ഉള്ള അതിൽ ഒരാളെ ഇറക്കി വിടണം. ഇനി അതാ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി എന്താ? y2 ആണ് മോസ്റ്റ് നെഗറ്റീവ്. ഇനി മിനിമം റേഷ്യോ എന്തോ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ മിനിമം റേഷ്യോ എന്ന് പറയുമ്പോൾ എക്സ് ബി, ഈ ഒരു എക്സ് ബി ഡിവൈഡഡ് ബൈ നമുക്ക് മോസ്റ്റ് നെഗറ്റീവ് കിട്ടിയ കോളം ഏതാ? y2. അപ്പൊ എക്സ് ബി ഡിവൈഡഡ് ബൈ y2. അത് കണ്ടുപിടിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നോക്കണം. നെഗറ്റീവ് വാല്യൂ ഒന്നും പറ്റത്തില്ല. നെഗറ്റീവ് വാല്യൂയോ സീറോയോ കിട്ടിയാൽ അത് എടുക്കാൻ പാടില്ല. അപ്പൊ എക്സ് ബി ഡിവൈഡഡ് ബൈ y2 ചെയ്ത് നോക്കാം. ഫസ്റ്റിന്റെ എക്സ് ബി എന്തുവാ കിടക്കുന്നത്? 7 ആണേ. 7 ഡിവൈഡഡ് ബൈ y2 എന്തുവാ? -1. 7 ഡിവൈഡഡ് ബൈ -1 -7 വരും. പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അവിടെ ഡാഷ് ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ x5 എന്തുവാ? 12 ഡിവൈഡഡ് ബൈ y2നകത്ത് എന്തോ 4. 12 ഡിവൈഡഡ് ബൈ 4 എന്ത് വരും? 3 വരും. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ S6 10 മോസ്റ്റ് നെഗറ്റീവിൻ്റെ അവിടെ എന്താ? 3. 10 ഡിവൈഡഡ് ബൈ 3 3.3. അപ്പം 3.3 ആണോ 3 ആണോ ചെറുത്? 3 ആ ചെറുത്. അപ്പൊ മിനിമം വാല്യൂ 3 ആണ് വന്നിരിക്കുന്നത്. അപ്പം 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് ബി ഏതാ? h5 അല്ലേ. അപ്പൊ ഇവിടുന്ന് ലീവ് ചെയ്യുന്ന ആരാ? h5 ആണ് ലീവ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നു. അത്രയുമാണ് ഫസ്റ്റ് ഐട്രേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഐട്രേഷന് ഇതേപോലെ ടേബിൾ വരയ്ക്കുക. ടേബിൾ വരയ്ക്കുമ്പം ഇവിടെ ഇനി ടേബിൾ വരയ്ക്കാൻ പോകുന്നത് ഇനി അടുത്ത ടേബിൾ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് നമ്മൾ പറഞ്ഞു എന്താ? x5 ആണ് ലീവ് ചെയ്യുന്നതെന്ന്. കയറുന്നത് ആരാ? h2 ആണെന്നും പറഞ്ഞു. അത്രയും മനസ്സിലായല്ലോ. കയറുന്നത് h2, ലീവ് ചെയ്യുന്നത് ആരാണ്? h5 ആണെന്നും പറഞ്ഞു. അപ്പം ഇനിയും നെക്സ്റ്റ് പറയാൻ പോകുമ്പോൾ നമ്മുടെ h2 എന്ന് പറയുന്നത് എന്തുവാ ഇവിടെ? h2 നമ്മൾ കയറാൻ പോവാന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മളിവിടെ കുറച്ച് റോ ഓപ്പറേഷൻസ് കൂടെ ചെയ്യുന്നുണ്ട്. സി ജെ അതേപോലെ തന്നെ -1 3 -2 0 0 0. ഇനിയും നെക്സ്റ്റ് നമുക്കാണെങ്കിൽ h4 അവിടെ തന്നെ ഉണ്ട്, s6 അവിടെ തന്നെ ഉണ്ട്. h5ന്റെ സ്ഥാനത്ത് ആര് വരും? h2 വരും. അതാണ് ഇവിടെ ചേഞ്ച് വരുന്നത്. h4ന്റെ അവിടെ എന്ത്? ഇനി അതിന്റെ വാല്യൂസ് അവിടെ നിൽക്കട്ടെ. h4 വരും, h2 വരും, s6 വരും. ഇത്രയാണ് എന്തെന്ന് പറയുന്നത്. അതായത് h4 h6 അവിടെ തന്നെ ഉണ്ട്. പുതിയതായിട്ട് ആരാ വന്നത്? x2 ആണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഇനിയും നമ്മൾ കുറച്ച് റോ ഓപ്പറേഷൻസ് ഇവിടെ ചെയ്യുന്നുണ്ട്. റോ ഓപ്പറേഷൻസ് ചെയ്യുന്നെന്ന് പറയുമ്പം ഇനിയും ഇവിടെ നമ്മൾ പറഞ്ഞു എൻട്രി ചെയ്തത് ആരാന്ന് പറഞ്ഞേ? h2 ആന്ന് പറഞ്ഞു. ഇനി അതിന്റെ കോഎഫിഷ്യൻസ് ഫസ്റ്റ് സി ബിയുടെ കോളമാണ് പറയുന്നത്. h4 ഉണ്ട്, h2 ഉണ്ട്, s6 ഉണ്ട്. s4ന്റെ കോഎഫിഷ്യന്റ് നേരത്തെ പോലെ തന്നെ -z h4ന്റെ കോഎഫിഷ്യന്റ് എന്തുവാ? 0. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി h2ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്തുവാ? h2ന്റെ കോഎഫിഷ്യന്റ് 3 ആ. അത് അതേപടി എഴുതുക 3. പിന്നെ s6ന്റെ കോഎഫിഷ്യന്റ് എന്തുവാ? 0.
അത്രയാണ് കോഎഫിഷ്യൻസ് എഴുതിയിരിക്കുന്നത്. ഇനിയും നെക്സ്റ്റ് എന്ന് പറയുമ്പം ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു H5 ലീവ് ചെയ്തു, മിനിമം ആയതുകൊണ്ട് H5 ലീവ് ചെയ്തു നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനിയും H2-ൻ്റെയും H6-ൻ്റെയും H4-ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. H6, H4, H2-ൻ്റെ വാല്യൂ. ഇനിയും അതെന്ന് പറയുമ്പം നമ്മൾ ഇവിടുത്തെ വാല്യൂ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? H4, H5, H6 എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ചത്? H1, H2, H3 നമ്മൾ എന്താക്കി കൊടുത്തു? 0 ആക്കി കൊടുത്തിട്ടാണ് H4-നും H5-നും H6-ൻ്റെയും വാല്യൂ നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ H5 പോയ സ്ഥിതിക്ക് അതിനും കൂടെ നമ്മൾ എന്താ പറയുക 0 ഇട്ട് കൊടുത്തിട്ട് ആ ഒരു വാല്യൂ കിട്ടുന്ന. ഇനി ബാക്കി ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. എക്സിന്റെ വാല്യൂ കിട്ടി, ഇതേപോലെ തന്നെ ZJ മൈനസ് CJയും കിട്ടി, ZJ മൈനസ് CJയും കിട്ടി. ഇനി ഇത് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അതായത് ഈ ഒരു ZJ മൈനസ് CJ മൊത്തത്തിൽ ലെസ് ദാൻ 0 ആകുമ്പോഴാണ് നമ്മളിത് എന്താ പറയുക ലെസ് ദാൻ 0 അല്ല ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ലാസ്റ്റ് പോർഷൻ കണ്ടോ, അതായത് ZJ മൈനസ് CJയിൽ ഒരു നെഗറ്റീവ് വാല്യൂ വരാത്തപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ലാസ്റ്റ് റോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നില്ലെങ്കിൽ എന്താ, അത് മിനിമം റേഷ്യോ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. മിനിമം റേഷ്യോ ആണ് ഓൾറെഡി പറഞ്ഞു. മിനിമം റേഷ്യോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് അവിടെ കൂടെ സ്റ്റോപ്പ് ചെയ്യാം. മിനിമം റേഷ്യോ വന്നാൽ നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യണം. ഇനിയും നെക്സ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ സെക്കൻഡ് ഐട്രേഷൻ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഐട്രേഷനകത്ത് H2-ൻ്റെ വാല്യൂ നമ്മളിവിടെ പറഞ്ഞായിരുന്നു. H2-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ മിനിമം റേഷ്യോ. അതായത് നമുക്ക് ഇവിടെ മിനിമം റേഷ്യോ എന്തായിരുന്നു കിട്ടിയത്? മിനിമം റേഷ്യോ ഇവിടെ കിട്ടിയ മിനിമം റേഷ്യോ 12/4 = 3. അതാണ് നമ്മളിവിടെ H2-ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. H2 = 3. H2 = 3. അത് നേരത്തെ പറഞ്ഞാൽ H-ന്റെ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ കിട്ടുന്നത്. H2-ൻ്റെ വാല്യൂ ഇവിടുത്തെ മിനിമം റേഷ്യോ കൊടുക്കുന്നത്. H2 = 3 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. H2 = 3. ഇനിയും H2 = 3 കൊടുത്തു കഴിഞ്ഞിട്ട് അതാണ് നമ്മുടെ ഇവിടുത്തെ എന്തെന്ന് പറഞ്ഞേ മിനിമം വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനിയും നമ്മൾ അങ്ങനെയാണ് H2-ൻ്റെ വാല്യൂ കിട്ടുന്നത്. അതായത് അവിടെ മിനിമം വാല്യൂ 3 ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനിയും അടുത്ത എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ മിനിമം വാല്യൂ നമുക്ക് മിനിമം റേഷ്യോയ്ക്ക് എന്താ കിട്ടിയത്? 3. ഈ 12-നെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തപ്പോഴാണ് കിട്ടിയത്? 3. അതായത് 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തപ്പോഴല്ലേ നമുക്ക് എന്താ പറയുക 3 കിട്ടിയത്. അപ്പം അതായത് 4 വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഈ Y2 നമുക്ക് ആരാ ലീവ് ചെയ്ത്? H5 ആ ലീവ് ചെയ്ത്. Y2-ഉം H5-ൻ്റെയും കോമൺ ആയിട്ട് വരുന്നത് ആരാ? 4 അല്ലേ. അതായത് ഒന്നുകൂടെ പറയാം, നമുക്ക് Y2 എങ്ങനെയായിരുന്നു കിട്ടിയേ? മോസ്റ്റ് നെഗറ്റീവ് -3 Y2 അവിടെ കിട്ടി. H5 എങ്ങനെ കിട്ടിയേ? മിനിമം റേഷ്യോ എന്ന് പറയുന്നത് സെക്കൻഡ് കോളം H5-ലാണ് കിടക്കുന്നത്. അപ്പം ഈ ഒരു കോളവും ഈ H5-ൻ്റെ റോയും കൂടെ ചേരുന്ന വാല്യൂ ഏതാ? 4 അല്ലയോ. അപ്പം നമ്മൾ ഈ 4 കൊണ്ട് ഈ ഒരു സെക്കൻഡ് റോ മുഴുവൻ ഡിവൈഡ് ചെയ്യും. അതായത് -2/4 ചെയ്യുമ്പോൾ -1/2, 4 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 1, 0 ഡിവൈഡഡ് ബൈ ഒരു 4 വരുമ്പോൾ 0 0, പിന്നെ 1 ഡിവൈഡഡ് ബൈ 4 വരുമ്പോൾ 1/4 0. ഇങ്ങനെ ഈ ഒരു സെക്കൻഡ് റോ കിട്ടുന്നത്. അതായത് നമുക്ക് മിനിമം റേഷ്യോ ഏത് റോ ആണോ കിട്ടിയത് ആ റോ നമ്മൾ വീണ്ടും എടുത്തെഴുതുമ്പം നമുക്ക് കിട്ടിയ മിനിമം റേഷ്യോയുടെ വാല്യൂ ആയിരിക്കും H2-ൻ്റെ ആ ഒരു ബേസിസിലേക്ക് എൻ്റർ ചെയ്ത വേരിയബിളിൻ്റെ വാല്യൂ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക വാല്യൂ കൊണ്ട് ആ മിനിമം റേഷ്യോ വാല്യൂ അല്ല, നമ്മൾ ആ മിനിമം റേഷ്യോ കിട്ടാൻ വേണ്ടി ഡിവൈഡ് ചെയ്ത വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ കൊണ്ട് ഈ ഒരു റോ ഫുള്ള് ഈ സെക്കൻഡ് റോ ഫുള്ള് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനിയും നെക്സ്റ്റ് എന്ന് പറയുമ്പം ഇനി എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ റോ ഓപ്പറേഷൻ. അതായത് നമ്മളിവിടെ നോക്കുക, സെക്കൻഡ് റോ നോക്കുമ്പം -1/2, 1, 0 0, 1/4 0 എന്ന് വന്നിട്ടുണ്ട്.
ഇവിടെ നമുക്ക് ഈ ഒരു y4 y5 y6 വിടുക, അത് നമ്മുടെ സ്ലാക്ക് വേരിയബിൾസ് അതവിടെ നിൽക്കട്ടെ. നമ്മൾ നോക്കേണ്ട ഈ y1 y2 y3ക്കകത്ത് ഇവിടെ എന്തോ വന്ന് സെക്കൻഡ് കോളം ഒന്ന് ശ്രദ്ധിച്ചേ, 0 1 0 എന്നല്ലേ വന്നിരിക്കുന്നത്. അതായത് നമ്മളൊരു എന്താ പറയുക, ഒരു ഐഡന്റിറ്റിയുടെ ഫോമിലല്ലേ വന്നിരിക്കുന്നത് 0 1 0 എന്ന് പറഞ്ഞ്. അപ്പം നമ്മുടെ ഈ ഒരു y2 എന്ന് പറയുന്നത് 0, അതായത് 0 1 0 നോക്കണ്ട, നമ്മൾ ആ ഒരു കിട്ടിയ ഫോമാ 0 1 0 അത് നോക്കണ്ട, ഈ സെക്കൻഡ് റോ മാത്രം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയാ 1 0 എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്, സെക്കൻഡ് റോ മാത്രം നോക്കിയാൽ മതി. ഈ മേളിൽ ഈ 2 റോ ഉണ്ടെന്ന് വിചാരിക്കണ്ട. നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഏതേ ഉള്ളൂ, സെക്കൻഡ് റോ അല്ലേ ഉള്ളൂ. ഈ ഒരു സെക്കൻഡ് റോയ്ക്കകത്ത് ഇവിടെ ഇപ്പൊ എന്താ, നമുക്ക് -1/2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്. y1ന്റെ y2ന്റെ y3യുടെ വാല്യൂ പറയാൻ -1/2 1 0. ഈ -1/2 1 0 എന്നുള്ള ഈ ഒരു പോർഷനകത്ത് നമുക്ക് 1 എവിടെ വന്നിരിക്കുന്നത്, y2ലല്ലേ. അപ്പം നമ്മൾ ഇതിനൊരു ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഫോമിലാക്കണം. അതായത് ഇപ്പൊ 1 0 0 0 1 0 0 0 1, ഇവിടെ എവിടെ 1 വന്നിരിക്കുന്നത്, ഇത് സെക്കൻഡ് റോ അല്ലേ 1 വന്നിരിക്കുന്നത്. അപ്പം നടുക്കായിരിക്കും 1 വരേണ്ടത്. അപ്പം മേളിലും താഴെയുള്ള എലിമെന്റ്സ് 0 ആക്കണം, മേളും താഴെയുള്ള എലിമെന്റ്സ് 0 ആക്കണം. അതായത് നമുക്കിപ്പോൾ നടുക്കത്തെ റോയിലാണ് 1 വന്നിരിക്കുന്നതെങ്കിൽ y1 y2 y3 മാത്രമേ നോക്കാവുള്ളൂ. അതിനകത്ത് നടുക്കത്തെ ആ റോയിൽ എവിടാണോ 1 വന്നിരിക്കുന്നത് അതിന്റെ മേളും താഴെയും 0 ആക്കി കൊടുക്കണം. അങ്ങനെ മേളും താഴെയും 0 ആക്കി കൊടുക്കാന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, 0 ആക്കി കൊടുക്കുന്നത് എന്താ, റോ ഓപ്പറേഷനാ ചെയ്യണ്ടേ. അപ്പൊ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരെയാ, ഈ R2. ഇവിടെ നമുക്ക് R1 R2 R3 ആയിരുന്നു, ഇത് പുതിയതായതുകൊണ്ട് R1 R2 R3 എന്ന് വിളിക്കാം. അപ്പൊ ഈ R2 ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് എന്താക്കണം, R1ന്റെ അവിടെയും R3യുടെ അവിടെ എന്താക്കണം, ഈ 1ന്റെ മുകളിലും താഴെയും 0 ആക്കി കൊടുക്കണം. അതിന് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്. അതിനെ ഈ ഒരു ഇത് നടത്തുമ്പോൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു R2 ഇവിടുത്തെ ഈ R2 എടുക്കണം, ഇവിടുത്തെ R1ഉം R3യും എടുക്കണം. ഇവിടുത്തെ R1ഉം R3യും, അതായത് പുതിയ R1ഉം R3 എഴുതാൻ വേണ്ടി പഴയ R1ഉം R3 എടുക്കണം, ഈ പുതിയ R2 എടുക്കണം. അപ്പൊ എങ്ങനെ വരും, നമുക്കിവിടെ R1ന്റെ വാല്യൂ എന്താ ഇവിടെ കിടക്കുന്നത്, -1 കിടപ്പുണ്ട് y2ല്. ഇവിടെ നമുക്ക് R2 എന്ത് കിടപ്പുണ്ട്, 1 കിടപ്പുണ്ട്. അപ്പൊ ആഡ് ചെയ്താൽ മതിയല്ലോ. അതായത് ഈ R1നെ ഈ R2 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പുതിയ R1 കിട്ടും. അങ്ങനെ നമ്മൾ ആ ഒരു 2 റോ എടുക്കുന്നു. അതായത് R1 ഇവിടെ എന്തുവാ, H4 തൊട്ടേ എടുക്കണം, HB തൊട്ടേ എടുക്കണം, 7 3 -1 2 1 0 0യും. പിന്നെ R2 എന്തുവാ ഇവിടെ, R2 എന്ന് പറയുമ്പോൾ -3 -1/2 1 0 0 1/4 0. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ റോ കിട്ടും, 10 5/2 0 2 1 1/4 0. അതാണ് നേണ്ട ഈ ഒരു ഫസ്റ്റ് റോ ആയിട്ട് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ R3 നോക്കുക. R3ക്കകത്ത് എന്തുവാ, y2ന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 3. ഇവിടെ നമുക്ക് എന്താക്കണം, 0 ആക്കണം. ഇവിടെ 1ഉം ഉണ്ട്, സെക്കൻഡ് റോയിൽ 1ഉം ഉണ്ട് 3യും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി, -3 R2 എന്ന് കൊടുത്താൽ പോരെ. അപ്പം ഈ ഒരു R3 -3 R2 എന്ന് ചെയ്യുന്നു, എന്നിട്ട് ആ റോസ് എടുത്ത് എഴുതി ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ പുതിയ റോ. ഇനി നേരത്തെ പോലെ തന്നെ ZJ കണ്ടുപിടിക്കുക, ZJ - CJ കണ്ടുപിടിക്കുക, മിനിമം റേഷ്യോ നോക്കുക. അടുത്ത ZJ - CJ കണ്ടുപിടിച്ചിട്ട് മോസ്റ്റ് നെഗറ്റീവ് ഉണ്ടോ നോക്കണം. എന്തെങ്കിലും നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിൽ അത് മോസ്റ്റ് നെഗറ്റീവ് എടുക്കുക, ഏതാന്ന് നോക്കുക. മോസ്റ്റ് നെഗറ്റീവ് എടുത്ത് നോക്കിയിട്ട് മിനിമം റേഷ്യോ. ഇവിടെ നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ട്, അപ്പൊ സ്റ്റോപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ ഇവിടെ എവിടെ നെഗറ്റീവ് വാല്യൂ വന്ന് -1/2 ഏത് റോ കോളത്തിലാ, y1ല. അപ്പൊ ആരാ ബേസിസ് ലീവ് ചെയ്യുന്നത്, x1. ആരാണ് അല്ല x1 ആണ് എൻട്രി ചെയ്യുന്നത് ബേസിസിലേക്ക്. y1ല മോസ്റ്റ് നെഗറ്റീവ് എങ്കിൽ x1 എൻട്രി ചെയ്യും. ഇനി മിനിമം റേഷ്യോ ഏത് റോയിലാ വന്നിരിക്കുന്നത്, H4ന്റെ റോയില. അപ്പൊ ആരാ ലീവ് ചെയ്യുന്ന ബേസിസ്, H4 ബേസിസ് ലീവ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തേർഡ് ഐട്രേഷനും ചെയ്യുക. തേർഡ് ഐട്രേഷൻ ചെയ്യുമ്പം എങ്ങനെയാ വരുന്നത്, തേർഡ് ഐട്രേഷൻ CJ അതേപോലെ തന്നെ. തേർഡ് ഐട്രേഷൻ ചെയ്യുമ്പം ഇവിടെ മിനിമം വാല്യൂ ഏത് റോ ആയിരുന്നു, ഫസ്റ്റ് റോ ആണ് മിനിമം വാല്യൂ എങ്കിൽ നമുക്ക് H4ന്റെ കോഎഫിഷ്യന്റ് എന്ത് തന്നെ, H4ന്റെ ഇവിടെ എന്താ പറഞ്ഞ, H4 ഇവിടെ നിന്ന് പോകുന്നത് എന്ന് പറഞ്ഞല്ലോ. H4 ലീവ്സ് ദ ബേസിസ്. നമ്മൾ H4 മിനിമം റേഷ്യോ വന്നാൽ H4 ബേസിസ് ലീവ് ചെയ്ത് ആരാ കയറി വന്നത്, H1. അതായത് H2 H6 സെക്കൻഡും തേർഡ് റോയിനകത്തിൽ H2 H6 അവിടെ ഉണ്ട്. H1 എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. H1 ആണ് ഈ H4 ലീവ് ചെയ്തു, കാരണം H4ലാണ് മിനിമം റേഷ്യോ. H4 പോയി ആര് കയറി, H1 കയറി. ഇനി H1 കയറി എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെയായിരുന്നു, H1 നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ H1 നേരത്തെ ഇതുപോലെ തന്നെ H1
എടുത്തു. H1 എടുത്തു കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഇവിടുത്തെ ഏതാ ഇവിടുത്തെ മിനിമം റേഷ്യോ ഏതാ ഇവിടുത്തെ മിനിമം റേഷ്യോ ഏതാ കിടക്കുന്നത്? ഇവിടുത്തെ മിനിമം റേഷ്യോ 4 കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മിനിമം റേഷ്യോ 4 ആകുമ്പോൾ H1ന്റെ വാല്യൂ എന്താ വരുന്നത്? 4. H1ന്റെ കോഎഫിഷ്യന്റ് EZ എന്ന് തന്നെ എടുക്കാം. H1ന്റെ കോഎഫിഷ്യന്റ് എന്താ? -1. ബാക്കിയുള്ളതിന്റെ H2ന്റെ കോഎഫിഷ്യന്റ് പഴയ പോലെ തന്നെ 3. HHന്റെ കോഎഫിഷ്യന്റും പഴയ പോലെ തന്നെ 0. കോഎഫിഷ്യന്റ് അതേപോലെ തന്നെ. ഇനി വാല്യൂ നമ്മൾ വീണ്ടും ഓപ്പറേഷൻ വെച്ച് ചെയ്യണം. പിന്നെ ഫസ്റ്റ് റോ ആയിരുന്നല്ലോ മിനിമം റേഷ്യോയുടെ. മിനിമം റേഷ്യോ 4 കിട്ടിയത് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാ? നമ്മൾ 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് മിനിമം റേഷ്യോ 4 കിട്ടിയത്. അപ്പോൾ ആ 5/2 കൊണ്ട് ആ റോ മുഴുവൻ ഡിവൈഡ് ചെയ്യുന്നു. 5/2 ഡിവൈഡഡ് ബൈ 5/2 1. 0 2 ഡിവൈഡഡ് ബൈ 5/2 എന്ന് പറയുമ്പോൾ 4/5 കിട്ടും. 1 ഡിവൈഡഡ് ബൈ 5/2 വരും 2/5 കിട്ടും. അങ്ങനെ നമുക്ക് 1/10 0 ആ ഒരു റോ കിട്ടി. ഇനി വീണ്ടും നമ്മൾ ഈ ഒരു റോയ്ക്കകത്ത് ഈ രണ്ട് റോ ഇവിടെ ഇല്ലെന്ന് സങ്കല്പിക്കുക. ഈ ആദ്യത്തെ റോ മാത്രമേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഈ ആദ്യത്തെ റോയിനകത്ത് 1 കിടപ്പുണ്ടല്ലോ. ഇവിടെ എവിടെ 1 കിടക്കുന്നത്? y1 y2 y3നകത്ത് y1നകത്താണ് 1 കിടക്കുന്നത്. അതായത് താഴെയാണ് രണ്ട് റോയുള്ളത്. അപ്പൊ എന്താക്കണം? 1 0 0 ആ ഫോമിലാക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള റോ ഓപ്പറേഷൻ എങ്ങനെ ചെയ്യണ്ടേ? R1 ഡബിൾ ഡാഷ് വെച്ചിട്ട് ചെയ്യണം. R1 ഡബിൾ ഡാഷ് എന്ന് പറയുമ്പം നമ്മുടെ R1 ഡബിൾ ഡാഷ് നമ്മൾ എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? R2 ഡബിൾ ഡാഷ്. അപ്പോൾ R2 ഡബിൾ ഡാഷ് ചേഞ്ചസ് ടു എന്ത് ചെയ്യണം? ഇവിടുത്തെ R2 ഡാഷ് ആണ്. ഇവിടുത്തെ സെക്കൻഡ് റോയ്ക്കകത്ത് എന്തേലും ഇവിടുത്തെ സെക്കൻഡ് റോ വെച്ചിട്ട് വേണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ. അതായത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് എന്തുവാ? ചേഞ്ച് ചെയ്യേണ്ടത് അതായത് നമുക്ക് കിട്ടേണ്ട റോ ഏതാ? R2 ഡബിൾ ഡാഷ്. ഈ ഒരു സെക്കൻഡ് റോ നമ്മൾ ഏതാ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്? R1 ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ R2 നോക്കട്ടെ. ഇവിടുത്തെ R2നകത്ത് നമുക്ക് ഇവിടെ കിടക്കുന്ന ഏതാ? -1/2 എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. ഇവിടെ -1/2 ആ കിടക്കുന്നത്. ഇവിടെ എന്താ? R1 ഡബിൾ ഡാഷിനകത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? 1 ആ കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? +1/2 R1 ഡബിൾ ഡാഷ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ R2 ഡബിൾ ഡാഷ് ചേഞ്ചസ് ടു R2 ഡാഷ് +1/2 R1 ഡാഷ്. അത് ചെയ്യുമ്പം കിട്ടുന്നതാണ് ആ ഒരു സെക്കൻഡ് റോ. ഇതേപോലെ തന്നെ തേർഡ് റോയിൽ നോക്കുക. തേർഡ് റോ നോക്കുമ്പോൾ അവിടെയും 0 ആക്കണം. ഫസ്റ്റ് റോ ഫിക്സ്ഡാ. ഇവിടുത്തെ തേർഡ് റോ ഏതാ? -5/2 ആ. -5/2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഈ ഒരു -5/2 ഇവിടെ 1 കിടപ്പുണ്ട്. അപ്പോൾ 1 × 5/2 പ്ലസ് ഈ ഒരു -5/2 വന്നാൽ പോരെ. അപ്പോൾ എങ്ങനെ വരും? നമുക്ക് ഈ ഒരു എന്താ R3 ഈ ഒരു R3 ഡാഷ് പ്ലസ് എന്ത് ചെയ്താൽ മതി? ഈ 5/2 ഇൻറ്റു ഈ ഒരു R1 ഡബിൾ ഡാഷ് ചെയ്താൽ മതി. അത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് റോ എഴുതി. ഈ ഒരു റോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് താഴെ ചെയ്തു പോകുന്നതേ ഉള്ളൂ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഈ റോ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അല്ല ടേബിൾ കഴിഞ്ഞിട്ടല്ലേ ഇത് ചെയ്യുന്നത്. ആ ഒരു തെറ്റ് അങ്ങനെ വിചാരിക്കില്ല. റോ ഓപ്പറേഷൻ അതിൻ്റെ ഇടയ്ക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ റോ ഓപ്പറേഷൻ ചെയ്ത് വരുമ്പോൾ ഈ 3 റോസ് കിട്ടി. വീണ്ടും ZJ കണ്ടുപിടിച്ചു. ZJ എങ്ങനെയായിരുന്നു? കോഎഫിഷ്യന്റ് ഇൻറ്റു y1 CB × y1 CB × y2 അങ്ങനെ ചെയ്തു പോയാൽ മതി. അതായത് -1 × 1 + 3 × 0 + 0 × 0 അങ്ങനെ -1 വരും. അങ്ങനെ ZJ കണ്ടുപിടിക്കുന്നു. പിന്നെ ZJ - CJ കണ്ടുപിടിക്കുന്നു. ഈ പ്രാവശ്യം ZJ - CJ കണ്ടുപിടിച്ചപ്പോൾ എന്താ? എല്ലാം എന്താ നെഗറ്റീവ് വാല്യൂ വന്നിട്ടേ ഇല്ല. ഫുള്ള് എന്താ പോസിറ്റീവോ അല്ലെങ്കിൽ 0യോ. അപ്പോൾ എന്തെന്ന് കൊടുക്കാം? >= 0 എന്ന് കൊടുക്കാം. അതാ ZJ - CJ > 0. അപ്പം നമുക്ക് കിട്ടിയ ഫൈനൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ഇവിടുത്തെ വാല്യൂസ് x1 = 4 കിട്ടി, h2 = 5 കിട്ടി, h6 = 1 കിട്ടി. പിന്നെ h1 h2 h3 എന്താ? ഇവിടുത്തെ നമ്മുടെ ആദ്യം തൊട്ടേ ഉള്ള വേരിയബിൾ h1 h2 h3ക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. h3 0 കൊടുത്തു. ഇനി നമ്മൾ മാത്സ് Z* കണ്ടുപിടിക്കണം. മാത്സ് Z*ന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ? -z മാത്സ് Z* ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. -h1 + 3h2 - 2h3 എന്ന്. അതിനകത്തോട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം -h1 + 3h2 ബാക്കിയുള്ള എൻ്റെ h4 h5 h6 എഴുതിയിട്ടെന്നേ ഉള്ളൂ. അതിൻ്റെ കോഎഫിഷ്യന്റ് 0 അപ്പോൾ ഒന്നും വരത്തില്ല. അപ്പോൾ -h1 + 3h2 - 2h3 + 0h4 + 0h5 + 0h6 കൂടുതൽ എളുപ്പത്തിന് വേണ്ടി ഈ ഒരു ഇക്വേഷനാണ്. ഇതേ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇങ്ങോട്ട് എഴുതി. എന്നിട്ട് അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ h1ന്റെ വാല്യൂ എന്താ? 4. അപ്പം -4 + 3 × 5 h3 0 അപ്പം -4 + 50 11 കിട്ടും. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തുവായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? മിനിമൈസ് ചെയ്യാനായിരുന്നു. മിനിമൈസ് ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെ കൊടുക്കണം? മിനിമം z = -max(-z). അതാണ് അതിൻ്റെ ഇക്വേഷൻ. max(-z) ആണ് നമ്മളിപ്പം കണ്ടുപിടിച്ച 11. അതിനോടൊരു മൈനസ് കൂടെ ചേർക്കുക. അപ്പം മാത്സ് Z* എന്ന് വെച്ചാൽ max(-z). അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മൈനസ് കൂടെ കൊടുക്കുന്നത്. അതാണ് റിക്വയർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോടാ ഇത് ഈ സാധനം?
ഇനി അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരും എവിടെ നിന്ന് എന്താ എടുക്കണ്ടേന്നുള്ളത്. ഇനി ഇതിന്റെ തന്നെ ഇപ്പൊ മിനിമൈസ് ചെയ്യാനുള്ളതല്ലേ പഠിച്ചത്. മാക്സിമൈസ് ചെയ്യാൻ ചോദിക്കുവാണെങ്കിൽ വ്യത്യാസം ഞാൻ എന്താന്ന് പറയാം. അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ മിനിമൈസ് ഒന്ന് ചെയ്യാൻ നോക്ക്. ഇത് മാക്സിമൈസ് ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസം എന്ന് പറയാം. നമ്മൾ ഈ -z എടുക്കത്തില്ല, ഡയറക്റ്റ് z എടുത്ത് അങ്ങ് ചെയ്യും. എന്നിട്ട് ഫൈനലി എഴുതുമ്പം നമ്മൾ എന്താണ്ട് ഈ ഒരു മിനിമൈസർ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട. ഫൈനലി നമുക്ക് ആ ഒരു ഇസഡിന്റെ ഇക്വേഷൻ അതോട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെഴുതിയാൽ മതി. ആ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം. അത് അസൈൻമെന്റിന് എന്താടാ ബാക്കി സ്റ്റെപ്പ് എല്ലാം സെയിമാ. എന്താ മാക്സിമൈസ് ചെയ്യാനാണെങ്കിൽ -z എടുക്കണ്ട. ആ കിട്ടിയ ക്വസ്റ്റ്യനകത്തുള്ള സാധനം തന്നെ എടുത്തു പോവുക. എന്താ മിനിമൈസ് ചെയ്യാനാണെങ്കിൽ -z എടുക്കണം. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അത് ചെയ്ത് നോക്കുമ്പോൾ മിക്കവാറും ഡൗട്ട് വരും. കാരണം അത് നമ്മൾ പറഞ്ഞു വരുമ്പം എല്ലാം സെറ്റാ മനസ്സിലാവും. പക്ഷെ ചെയ്ത് വരുമ്പോഴത്തേന് അവിടുന്ന് ഇവിടുന്ന് എന്തോ എടുത്തേന്ന് മനസ്സിലാവത്തില്ല. അപ്പൊ അത് ചെയ്യുമ്പോൾ നീ ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ 5th മൊഡ്യൂൾ കേട്ടോ. ഓക്കെ, ഇനി 4th മൊഡ്യൂൾ ഇനി എപ്പം വെക്കണം? എന്താടാ 4th മൊഡ്യൂൾ നാളെ മതിയോ? ഓക്കെ. നാളെ രാവിലെ 4th മൊഡ്യൂൾ എടുത്തിട്ട് തീരുമോ നോക്കാം. അല്ലെങ്കിൽ ട്യൂസ്ഡേയും കൂടെ എടുക്കാം, കുഴപ്പമില്ല. വൈകിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം.